അപകടകാരികളായിട്ടുള്ള തെരുവ് നായ്കളുടെ ശല്യം അത് കണ്ണൂരിൽ എത്രത്തോളം കൂടി എന്നതിന് മറ്റൊരു ഉദാഹരണം കൂടി ഉണ്ടായിരിക്കുകയാണ്. കണ്ണൂർ ടൗണിൽ കഴിഞ്ഞ ദിവസം ശനിയാഴ്ച രാത്രിയിൽ തളാപ്പ് സ്വദേശി സന്ദീപിൻ്റെ വീട്ടിൽ, ഞാനിപ്പോൾ ആ വീട്ടിലാണ് നിൽക്കുന്നത്, ആ വീട്ടിൽ ഒരു പക്ഷിക്കൂട്, ആ പക്ഷിക്കൂട് എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ഇനം പക്ഷിയായിരുന്നു ഉണ്ടായിരുന്നത്. ആ പക്ഷികളെ രാത്രി നായ്ക്കൾ ഈ വീടിൻ്റെ മതിൽ ചാടിക്കടന്ന് ആക്രമിക്കേണ്ട ദൃശ്യം അത് കടിച്ചു കൊന്നുകളഞ്ഞു. ആ ദൃശ്യം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. ഇപ്പോൾ ആ വീട്ടിലാണ് നിൽക്കുന്നത്. രാത്രിയിലാണ് ഈ സംഭവം നടന്നത്. ഇപ്പോൾ ആ വീട്ടുടമസ്ഥൻ ഈ പക്ഷികളെ പെറ്റായിട്ട് വളർത്തിയിരുന്ന, അത്രയും സ്നേഹത്തോടെ വാത്സല്യത്തോടെ വളർത്തിയിരുന്ന സന്ദീപുണ്ട്, സന്ദീപിൻ്റെ വീട്ടുകാരുണ്ട്. എന്താ ഇത് സംഭവിച്ചത്? ഇതെങ്ങനെയാണ് ഈ പട്ടികൾ ഈ വീട്ടിനകത്തോട്ട് കയറിയത്? 2 ദിവസം മുന്നേ രാത്രി ഒരു 2-2:30 സമയത്ത് ഞങ്ങൾ അപ്പുറത്തെ സൈഡിലത്തെ കോമ്പൗണ്ടിൽ നിന്ന് ചാടി വന്നതാണ്. വന്നതിന് ശേഷം മൊത്തം കറങ്ങിയതിന് ശേഷം ഇതിൽ കൂട്ടിൽ പക്ഷിയുണ്ടെന്ന് മനസ്സിലായപ്പം അതിനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. ആദ്യം സൗണ്ടൊന്നും കേൾക്കാത്തതുകൊണ്ട് ഞങ്ങളാരും എഴുന്നേറ്റിട്ടില്ലായിരുന്നു. പിന്നെ ഈ കൂട് പിടിച്ച് വലിച്ചു നിലത്ത് വന്നപ്പോഴാണ് ഞങ്ങൾ സൗണ്ട് കേട്ട് എഴുന്നേറ്റപ്പം തന്നെ അതിനെ അറ്റാക്ക് ചെയ്തു, അതിനെ ബ്രൂട്ടലി കില്ല് ചെയ്യുന്നത്. ഇപ്പം നേരത്തെ ഇങ്ങനത്തെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്? തെരുവുനായ് ശല്യം ഈ പ്രദേശത്തുണ്ടോ? ഈ പ്രദേശത്ത് തെരുവുനായ് രാത്രി കഴിക്കാനാൽ ഇഷ്ടംപോലെ നായ്ക്കൾ കറങ്ങി നടക്കുന്നതാണ്. പക്ഷേങ്കിൽ ഞങ്ങൾ ഒരു 5 വർഷമായിട്ട് വളർത്തുന്ന ഒരു പെറ്റേനു. കാരണം അത്രയും ടാംഡായ ഒരു പെറ്റേനു. കാരണം ഞങ്ങൾ തോളത്തും കൈക്കും തുടയിലെല്ലാം വന്ന് ഇരുന്ന് ഒരു പെറ്റേനു. ഞങ്ങളെ ഒരു കുടുംബത്തിലൊരാൾ നഷ്ടപ്പെട്ടതിന് ഒരു വിഷമമാണ്. കാരണം അത്രയും വളർത്തി വലുതാക്കിയ ഒരു പക്ഷിയാണ്. നമ്മൾ വീട്ടിനകത്തൊക്കെ വളർന്ന് അങ്ങനെ പറന്ന് നടക്കുമായിരുന്നല്ലോ. അതെ, രാത്രി കഴിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ പക്ഷിക്കൂട് സാധാരണ അകത്ത് വെച്ചിട്ട് അതിനെ വെളിയിലിറക്കും. ഒരു 9-9:30 വരെ വീട് മൊത്തം കറങ്ങി നടക്കും. ഞങ്ങൾ TV കാണുമ്പോൾ ഞങ്ങൾ തലയിലും കൈമലെല്ലാം വന്ന് ഉള്ള ഒരു പക്ഷിയായിരുന്നു. കാരണം അത്രയും ടാംഡ് ആയിരുന്നു സംഭവം ഇതായിട്ട്. കാരണം ഹാൻഡ് ഫീഡ് ചെയ്തിട്ട് വളർത്തിയ ഒരു പക്ഷിയാണ്. കാരണം ആ ഒരു അറ്റാച്ച്മെൻറ്റ് ഒരു വിഷമം, വല്ലാത്തൊരു വിഷമം. അവരുടെ വീട്ടിലെ കുടുംബാംഗങ്ങളെ പോലെ വളർത്തുന്ന ഒരു അങ്ങനത്തെയാണ് 2-3 പേരെയാണ് നഷ്ടപ്പെട്ടത്. ഇപ്പോൾ സമീപത്ത് അടുത്തടുത്ത് വീടുകളുണ്ട്, അവിടെ കുട്ടികളുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഗൗരവം എത്രത്തോളം വർദ്ധിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാവും.